നമസ്കാരം. സൗജന്യമായി തയ്യൽ മെഷീൻ ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോ. അത് പറയുമ്പോൾ ഒരുപക്ഷെ PM സിലായി മെഷീൻ യോജന എന്ന പദ്ധതിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. കാരണം ഒരു സമയത്ത് പലതവണ നമ്മൾ അറിയാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പലയിടങ്ങളും ചർച്ച ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സൗജന്യ തയ്യൽ മെഷീൻ നൽകുന്ന പദ്ധതിയാണിത്. പക്ഷേ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ തടസ്സപ്പെട്ടാലും ഏതെല്ലാം വഴികൾ കൊട്ടിയടച്ചാലും നമുക്കായി ഒരു വഴി തുറന്നു വരും എന്ന് കേട്ടിട്ടില്ലേ? തയ്യൽ മെഷീന് വേണ്ടി അപേക്ഷിക്കാൻ മറ്റൊരു വഴിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ വീഡിയോ അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതിൽ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നീണ്ടുപോകുന്നത്. മനഃപൂർവ്വമല്ല, ക്ഷമിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് മുഴുവൻ കേട്ടാൽ ഈ പദ്ധതിയെക്കുറിച്ച് ഒരു സംശയവും നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊരു വഴി തുറന്നു വരും എന്ന് പറഞ്ഞില്ലേ? ആ വഴി PM വിശ്വകർമ്മ യോജനയാണ്. ഈ പദ്ധതിയെപ്പറ്റി നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. 2023 സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിവസം ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ കരകൗശല തൊഴിലാളികൾക്കും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങളാണ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ പദ്ധതിയും ടൈലർ മെഷീനുമായി എന്ത് ബന്ധമാണുള്ളതെന്ന്. അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അത് നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. അതിനായി നമുക്ക് PM വിശ്വകർമ്മ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് ഒന്ന് പോകാം. ആദ്യം ഗൂഗിളിൽ pmvishwakarma.gov.in എന്ന് സെർച്ച് ചെയ്യുക. വരുന്ന റിസൾട്ടുകളിൽ ആദ്യം തന്നെ കാണാം https:/pmvishwakarma.gov.in എന്ന്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി 2023 ഫെബ്രുവരി 1 പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം കൈകൾ ഉപയോഗിച്ചോ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന വിശ്വകർമ്മർ ഈ രാജ്യത്തിന്റെ തന്നെ ബിൽഡേഴ്സാണ്. ബ്ലാക്ക് സ്മിത്തുകൾ, ഗോൾഡ് സ്മിത്തുകൾ, മൺപാത്ര നിർമ്മാതാക്കൾ, മരപ്പണിക്കാർ, ശില്പികൾ, കരകൗശല വിദഗ്ധർ, മേസന്മാർ തുടങ്ങി വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇവരുടെ എല്ലാം കഠിനാധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് രാജ്യം ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവർക്കായി ട്രെയിനിങ്, സാങ്കേതികവിദ്യ, ക്രെഡിറ്റ്, മാർക്കറ്റ് തുടങ്ങിയവയിൽ പ്രോത്സാഹനം കൊടുക്കുന്നതിനായി ഈ പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്. PM വിശ്വകർമ്മ പദ്ധതി കോടിക്കണക്കിന് വരുന്ന വിശ്വകർമ്മരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഫെബ്രുവരി 1, 2023. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞവരുടെയും രജിസ്ട്രേഷൻ പൂർത്തിയായവരുടെയും ഒക്കെ വിവരങ്ങൾ കാണാം. വീണ്ടും മുകളിലേക്ക് തന്നെ വന്നാൽ 3 വരെയുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഹോം, എബൌട്ട് സ്കീം, സ്കീം ബെനിഫിറ്റ്സ്, നോളജ് സെന്റർ, FAQ, വാട്ട്സ് ന്യൂ, കോണ്ടാക്ട് അസ്, ഹൗ ടു രജിസ്റ്റർ, ലോഗിൻ, ഇത്രയും കാണാം. നമുക്ക് എബൌട്ട് സ്കീം നോക്കാം. വീണ്ടും കുറച്ച് സബ് ടൈറ്റിൽസ് വന്നിട്ടുണ്ട്. ഇതിൽ സ്കീം ഗൈഡ് ലൈൻസ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സ്കീം ഒബ്ജക്റ്റീവ്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കും കരകൗശല വിദഗ്ധർക്കും അവരുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് സമഗ്രമായ സപ്പോർട്ട് നൽകുക എന്നതാണ് PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ കൊടുക്കുന്നു. പാരമ്പര്യ തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും ഈ പദ്ധതിക്ക് കീഴിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് അനുയോജ്യമായ പരിശീലനങ്ങൾ ലഭിക്കുന്നു. ആധുനികമായ ഉപകരണങ്ങൾ നൽകുന്നതിലൂടെ ഉൽപ്പന്നങ്ങളുടെ മികവ്, ഉൽപാദനക്ഷമത, ഗുണനിലവാരം എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. കൊളാറ്ററൽ ഫ്രീ ലോൺ നൽകുന്നതിനോടൊപ്പം പലിശ സബ്വെൻഷൻ നൽകുന്നതിനാൽ ചെലവ് കുറയ്ക്കാൻ കഴിയുന്നു. ഡിജിറ്റൽ എംപവർമെന്റിനു വേണ്ടി ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഇൻസെന്റീവ് നൽകുന്നു. ബ്രാൻഡ് പ്രൊമോഷനിലൂടെയും മാർക്കറ്റ് ലിങ്കേജിലൂടെയും പുതിയ അവസരങ്ങൾ ഒരുക്കുന്നു. ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. കരകൗശല തൊഴിലാളികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അസംഘടിത മേഖലയിൽപ്പെടുന്ന 18 പരമ്പരാഗത തൊഴിലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നവർക്ക് PM വിശ്വകർമ്മ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ പ്രായം രജിസ്ട്രേഷൻ തീയതിയിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവ് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കണം. 5 വർഷത്തിനുള്ളിൽ PMAGP, PM സ്വാനിധി, മുദ്ര ലോൺ തുടങ്ങിയ സ്വയം തൊഴിൽ ബിസിനസ് വികസനത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ സമാനമായ ക്രെഡിറ്റ് അധിഷ്ഠിത പദ്ധതികൾക്ക് കീഴിൽ ലോൺ എടുത്തിട്ടുണ്ടാകാൻ പാടില്ല. സ്കീമിലേക്കുള്ള രജിസ്ട്രേഷനും ആനുകൂല്യങ്ങളും കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമായിരിക്കും. സർക്കാർ സർവീസിലുള്ള വ്യക്തികളോ അവരുടെ കുടുംബം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല.
ഇനി ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മരപ്പണിക്കാർ, അതായത് കാർപ്പൻ്റർ, ബോട്ട് മേക്കർ എന്നിവർ. 2 അയൺ ബേസ്ഡ്, മെറ്റൽ ബേസ്ഡ്, സ്റ്റോൺ ബേസ്ഡ്. 3 ഗോൾഡ് ബേസ്ഡ്, സിൽവർ ബേസ്ഡ്. 4 ക്ലേ ബേസ്ഡ്. 5 ലെതർ ബേസ്ഡ്. 6 ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ. 7 അതേഴ്സ്. ഈ അതേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബാസ്ക്കറ്റ്, മാറ്റ്, ഗ്രൂം മേക്കർ, കൊയർ വ്യൂവർ, ഡോൾ ആൻഡ് ടോയ് മേക്കർ, ബാർബർ, ഗാർലൻഡ് മേക്കർ, വാഷർമാൻ, ഫിഷിംഗ് നെറ്റ് മേക്കർ, ടൈലർ. ടൈലർ എന്നത് കണ്ടില്ലേ? ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഈ പദ്ധതിയിലൂടെ ടൈലർ മെഷീനും കിട്ടും എന്ന് മനസ്സിലായില്ലേ? കാരണം ഈ പദ്ധതിയിലൂടെ ടൂൾ കിറ്റ് വാങ്ങിക്കാനാണ് സഹായം ലഭിക്കുന്നത്. ടൈലർമാരുടെ പ്രധാനപ്പെട്ട ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ടൈലർ മെഷീൻ തന്നെയാണ്. അടുത്തതായി സ്കീം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർട്ടിഫിക്കറ്റും ID കാർഡും ലഭിക്കും. സ്കിൽ വെരിഫിക്കേഷന് ശേഷം 5 മുതൽ 7 ദിവസം വരെ, അതായത് 40 മണിക്കൂർ അടിസ്ഥാന പരിശീലനം ലഭിക്കും. താല്പര്യമുള്ളവർക്ക് 15 ദിവസത്തേക്ക്, അതായത് 120 മണിക്കൂറുള്ള പരിശീലനത്തിന് ചേരാം. പരിശീലന കാലയളവിൽ പ്രതിദിനം 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ടൂൾ കിറ്റ് ഇൻസെൻറ്റീവായി 15,000 രൂപ ഗ്രാന്റ് ലഭിക്കും. അതായത് ടൈലർ മെഷീന് വേണ്ടിയാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ അതിനുവേണ്ടി 15,000 രൂപ ഗ്രാന്റ് ലഭിക്കുമെന്നർത്ഥം. ക്രെഡിറ്റ് സപ്പോർട്ട് അത് നോക്കാം. ആദ്യഘട്ടത്തിൽ 1,00,000 രൂപ വരെ കൊളാറ്ററൽ ഫ്രീ ലോൺ ലഭിക്കും. തിരിച്ചടവ് കാലാവധി 18 മാസമായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ 2,00,000 രൂപ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺ ലഭിക്കും. 30 മാസമായിരിക്കും തിരിച്ചടവ് കാലാവധി. പലിശയായി 5% ഗുണഭോക്താവിൽ നിന്നും 8% പലിശ സബ്വെൻഷൻ മിനിസ്ട്രി ഓഫ് MSMEയും നൽകും. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീസ് കേന്ദ്ര സർക്കാർ വഹിക്കും. പിന്നെ ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള പ്രോത്സാഹനം. ഓരോ ഇടപാടിനും 1 രൂപ വീതം. മാസത്തിൽ പരമാവധി 100 ഇടപാടുകൾക്കാണത്. മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാര സർട്ടിഫിക്കേഷൻ, ബ്രാൻഡിംഗ് ആൻഡ് പ്രൊമോഷൻ, കൊമേഴ്സ് ലിങ്കേജ്, ട്രേഡ് ഫെയറുകളുടെ പരസ്യം, പബ്ലിസിറ്റി, മറ്റു മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ നാഷണൽ കമ്മിറ്റി ഫോർ മാർക്കറ്റിംഗ് അഥവാ NCM നൽകും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് FAQയിലേക്ക് ഒന്ന് പോകാം. FAQയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. വേണമെന്നുള്ളവർ കേട്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. മുഴുവൻ കേട്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്ന് സാധാരണഗതിയിൽ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളെല്ലാം കിട്ടും. FAQ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രധാനമന്ത്രി വിശ്വകർമ്മ സ്കീം? എന്താണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതി? കരകൗശല വിദഗ്ധർക്കും കരകൗശല തൊഴിലാളികൾക്കും ഈടുരഹിത വായ്പ, സ്കിൽ ട്രെയിനിങ്, ആധുനിക ഉപകരണങ്ങൾ, ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള പ്രോത്സാഹനം, മാർക്കറ്റ് ലിങ്കേജ് സപ്പോർട്ട് എന്നിവ നൽകുന്നതിനായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മന്ത്രാലയം ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PM വിശ്വകർമ്മ. 2. പദ്ധതി ലക്ഷ്യം വെക്കുന്ന ഗുണഭോക്താക്കൾ ആരാണ്? മാർഗനിർദ്ദേശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള 18 തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിൽ ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും. 3. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ട്രേഡുകൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർപ്പൻ്റർ, ബോട്ടുണ്ടാക്കുന്നവർ, ആയുധം നിർമ്മിക്കുന്നവർ, മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ചുറ്റികയും ടൂൾ കിറ്റ് നിർമ്മിക്കുന്നവർ, ലോക്ക് ഉണ്ടാക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, ശില്പമുണ്ടാക്കുന്നവർ, കല്ലിൽ കൊത്തുപണി ചെയ്യുന്നവർ, കല്ല് പൊട്ടിക്കുന്ന ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് പണിയുമായി ബന്ധപ്പെട്ടവർ, ഇരുമ്പ് പണി ചെയ്യുന്നവർ, മേസന്മാർ, കൊട്ട നിർമ്മിക്കുന്നവർ, പായ ഉണ്ടാക്കുന്നവർ, കയറുണ്ടാക്കുന്നവർ, ചൂലുണ്ടാക്കുന്നവർ, പാവ നിർമ്മിക്കുന്നവർ, കളിപ്പാട്ടം നിർമ്മിക്കുന്നവർ, മുടിവെട്ടുകാർ, മാലയുണ്ടാക്കുന്നവർ, അലക്കുപണി ചെയ്യുന്നവർ, തയ്യൽ പണി ചെയ്യുന്നവർ, മീൻ വലയുണ്ടാക്കുന്നവർ. അടുത്തത് PM വിശ്വകർമ്മയുടെ കീ കമ്പോണൻസ് എന്തൊക്കെയാണ്? PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും നേരത്തെ പറഞ്ഞതാണ്. സ്കിൽ അപ്ഗ്രേഡേഷൻ,
ടൂൾ കിറ്റ് ഇൻസെൻറ്റീവ്, ക്രെഡിറ്റ് സപ്പോർട്ട്, ഇൻസെൻറ്റീവ് ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്. അടുത്തത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. മേൽപ്പറഞ്ഞ പ്രകാരമുള്ള പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരോ അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരോ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആയ കുടുംബങ്ങളിലെ ആർട്ടിസാൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേഴ്സണിന് PM വിശ്വകർമ്മയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ തീയതിയിൽ കുറഞ്ഞത് 18 വയസ്സായിരിക്കണം. ഗുണഭോക്താവ് രജിസ്ട്രേഷൻ സമയത്ത് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ PMEGP, PM സ്വനിധി, മുദ്ര ലോൺ തുടങ്ങിയതുപോലുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയിരിക്കാൻ പാടില്ല. രജിസ്ട്രേഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമായിരിക്കും. സർക്കാർ സർവീസിലുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കില്ല. സ്കീമിൽ നിന്നും എങ്ങനെ ആനുകൂല്യങ്ങൾ ലഭിക്കും? www.pmvishwakarma.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ആനുകൂല്യം ലഭിക്കും. 7. രജിസ്റ്റർ ചെയ്യാൻ വേണ്ട രേഖകൾ: ആധാർ, മൊബൈൽ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, റേഷൻ കാർഡ് എന്നിവ നിർബന്ധമാണ്. റേഷൻ കാർഡ് ഇല്ലാത്തവർ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആധാർ കാർഡ് ഹാജരാക്കണം. അധികമായി വേണ്ടിവരുന്ന രേഖകൾ MOMSME ആവശ്യകതകൾക്കനുസരിച്ച് നിർദ്ദേശിക്കുന്നത്. SC/ST വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. സ്കീമിലേക്ക് വായ്പ നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, NBFC അഥവാ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതി പ്രകാരം വായ്പ നൽകാൻ കഴിയും. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇനീഷ്യൽ ലോൺ അണ്ടർ ദി സ്കീം? ഈടുരഹിത ലോൺ 18 മാസത്തെ കാലയളവിൽ 1 ലക്ഷം രൂപ വരെ. 10ാമത്തെ ചോദ്യം രണ്ടാം ഗഡുവിനെ കുറിച്ചാണ്. വായിച്ചു നോക്കിക്കോളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം കൊളാറ്ററലിനെ കുറിച്ചാണ്. നോ കൊളാറ്ററൽ സെക്യൂരിറ്റി ഈസ് റിക്വയർഡ്. അടുത്തത് പലിശയെക്കുറിച്ചും ഇൻട്രസ്റ്റ് സബ്വെൻഷനെ കുറിച്ചുമാണ്. അത് വായിച്ചു നോക്കിക്കോളൂ. അടുത്തത് ഗ്യാരണ്ടി കവറേജിനെ കുറിച്ചാണ്. വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് ഉണ്ട്. ഗുണഭോക്താവ് ഒരു ഗ്യാരണ്ടി ഫീസും നൽകേണ്ടതില്ല. അടുത്തത് പേയ്മെന്റ് പെനാൽറ്റിയെ കുറിച്ചാണ്. പെനാൽറ്റി ഒന്നുമില്ല, അവിടെ എഴുതി വെച്ചിട്ട് ശ്രദ്ധിച്ചോളൂ. വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ദി സ്കീം? ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. സ്കിൽ വെരിഫിക്കേഷൻ, ബേസിക് സ്കില്ലിംഗ്, അഡ്വാൻസ്ഡ് സ്കില്ലിംഗ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സ്റ്റൈപ്പൻഡ് ഡ്യൂറിംഗ് ദി ട്രെയിനിങ് പീരീഡ്? ₹500 പെർ ഡേ. അടുത്ത ചോദ്യം പ്രധാനമാണ്, ശ്രദ്ധിച്ചോളൂ. സ്കിൽ ട്രെയിനിങ് പരിപാടികളിൽ പങ്കെടുക്കാതെ ടൂൾ കിറ്റ് ഇൻസെൻറ്റീവ് ലഭിക്കുമോ? ഇല്ല, ലഭിക്കില്ല. സ്കിൽ വെരിഫിക്കേഷന് ശേഷം ബേസിക് ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് 15,000 രൂപ വരെ ടൂൾ കിറ്റ് ഇൻസെൻറ്റീവ് ലഭിക്കും. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ് ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്? ഇത് നേരത്തെ പറഞ്ഞതാണ്, വായിച്ചു നോക്കിക്കോളൂ. വാട്ട് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ദി സ്കീം? അതും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ബ്രാൻഡിംഗ്, അഡ്വർടൈസിംഗ്, പബ്ലിസിറ്റി ആൻഡ് അതർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെ സഹായം തേടാം? അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ, MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ സമീപിക്കാം. കൂടാതെ PM Vishwakarma@dcmsme.gov.in എന്ന അഡ്രസ്സിൽ എഴുതി ചോദിക്കാം. അടുത്തത് പറഞ്ഞതാണ്, നമുക്കറിയാവുന്നതാണ്. കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവ്, ഭാര്യ, 18 വയസ്സിൽ താഴെ വിവാഹം കഴിക്കാത്ത കുട്ടികൾ എന്നിവരടങ്ങിയതാണ്. കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. PMEGP, PM സ്വനിധി, മുദ്ര ലോൺ എന്നിവ എടുത്തവർക്ക് PM വിശ്വകർമ്മയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല എന്ന് പറഞ്ഞാണ്.
പക്ഷേ വായ്പകൾ തിരിച്ചടവ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. PM വിശ്വകർമ്മയിൽ നിന്നും ആനുകൂല്യം കിട്ടിയവർക്ക് PMEGPക്ക് അപേക്ഷിക്കാൻ കഴിയും. പക്ഷേ വായ്പ തിരിച്ചടച്ചാൽ മാത്രമേ PMEGP ലഭിക്കുകയുള്ളൂ. അവസാനമുള്ളത് ജമ്മു കാശ്മീരിലുള്ളവരെ സംബന്ധിച്ചതാണ്. ഇത്രയുമാണ് പറയാനുള്ളത്. തയ്യൽ മെഷീൻ ആവശ്യമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ബയോമെട്രിക് ഓതന്റിക്കേഷൻ ചെയ്യേണ്ടതിനാൽ അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിക്കുന്നതാണ് ഉചിതം. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട്, പുരുഷന്മാർക്കും അപേക്ഷിക്കാം. SC/STക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. പദ്ധതിയിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.